നമസ്കാരം. ജ്യോതിഷം മനസ്സിലാക്കുക എന്ന വീഡിയോ സീരീസിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഓരോ ഗ്രഹത്തിനും അതിൻ്റെ വിശേഷഗുണങ്ങൾ അനുസരിച്ച് നമ്മളിൽ ഫലങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയും. സൂര്യൻ ചൂടും വെളിച്ചവും നൽകുന്നത് അതിന് ഉദാഹരണമാണ്. പ്രകാശത്തിൻ്റെ രാജാവായ സൂര്യൻ നമ്മുടെ ജാതകത്തിൽ ആത്മബലം എത്രമാത്രമെന്ന് തീരുമാനിക്കുന്നു. സൂര്യൻ ശക്തനായാൽ ജീവിതവും ശക്തമാകും. ഈ ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ തരംതിരിച്ചിട്ടുള്ളതിനെയാണ് കാരകത്വം എന്ന് പറയുന്നത്. സൂര്യനെ പിതൃകാരകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിതാവ് ആത്മാവ്, ആത്മസുഖം, അധികാരം, ധൈര്യം, പ്രതാപം, കീർത്തി, ഉത്സാഹം, വൈദ്യവൃത്തി, രാജകൊട്ടാരം, കിഴക്ക് ദിക്ക്, പിത്തം, ഉഷ്ണരോഗം, സ്വർണം തുടങ്ങിയവയുടെ കാരകത്വം സൂര്യനാണ്. ഗ്രഹസ്വഭാവം അനുസരിച്ച് സൂര്യൻ പ്രകൃത്യാ പാപിയാകുന്നു, എന്നാൽ സത്വഗുണ പ്രധാനനും ആകുന്നു. സൂര്യൻ്റെ ദിക്ക് കിഴക്ക് ആകുന്നു. സൂര്യൻ്റെ കാലം ഗ്രീഷ്മം ആകുന്നു. രത്നം മാണിക്യവും ആകുന്നു. ലോഹം ചെമ്പ് ആകുന്നു. രസം എരിവും ആകുന്നു. പൊക്കമുള്ളതും ബലമുള്ളതുമായ വൃക്ഷങ്ങൾ സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നു. അയനം സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നു. ബന്ധുകാരകത്വത്തിൽ പിതാവ് ആകുന്നു സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നത്. വീടുകളിൽ പൂജാമുറി ആകുന്നു സൂര്യൻ്റെ സ്ഥാനം. ചെമ്പ് നിറം ആണ് സൂര്യൻ്റെ നിറം. ചെമ്പ് നിറത്തിലുള്ള വസ്ത്രം സൂര്യൻ ധരിക്കുന്നു. സൂര്യന് 20 കിരണങ്ങൾ ആണ് ഉള്ളത്. ഹോമാദി കാര്യങ്ങൾക്കുള്ള അഗ്നി ആകുന്നു സൂര്യൻ്റെ ഗ്രഹതത്വം. സൂര്യൻ്റെ ബന്ധുക്കൾ ചന്ദ്രൻ, കുജൻ, ഗുരു എന്നീ ഗ്രഹങ്ങളാണ്. ബുധൻ സമൻ ആകുന്നു. ശുക്രനും ശനിയും ശത്രുക്കൾ ആകുന്നു. സൂര്യൻ്റെ അധിദേവത ഭഗവാൻ ശ്രീ പരമശിവനാകുന്നു. അതിനാൽ സൂര്യദോഷശാന്തിക്ക് ശിവക്ഷേത്ര ദർശനം ഉത്തമം ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. സൂര്യദേവൻ്റെ കൃപയും പരമശിവൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ. അടുത്ത ഭാഗത്തിൽ നമുക്ക് ചന്ദ്രനെ മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.